ഏപ്രിൽ മെയ് മാസത്തിൽ 2024 എനിക്കൊരു കോൾ വന്നു. ഒരു മാഡമാണ് വിളിച്ചത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, സാറേ എൻ്റെ വീട്ടിൽ ഭയങ്കര കലഹമാണ്, ഹസ്ബൻഡ് ഞാനുമായിട്ട് എപ്പോഴും നല്ല വഴക്കാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു റെമഡി പറഞ്ഞുതരാമോ സാറേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീടിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് എന്തെങ്കിലും പിന്നെ മാറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളോ വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ വീടിൻ്റെ സെൻട്രൽ ഭാഗത്ത് നമുക്ക് ഡൈനിങ് ഹാളാണ്. അപ്പോൾ ആ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഒരു ലക്കി ബാമ്പു വെച്ചിട്ടുണ്ട്, നല്ല ഗ്രോത്ത് ഉള്ള ഒരു ലക്കി ബാമ്പു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ആ ലക്കി ബാമ്പു മാറ്റൂ, എന്നിട്ട് ആ ഭാഗത്ത് നിങ്ങളൊരു റെഡ് മാറ്റ് ഉപയോഗിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഫെങ്ഷു പ്രകാരം വീടിൻ്റെ ഓരോ ദിക്കിലും വർഷം തോറും ഓരോ ആനുവൽ സ്റ്റാർ എന്ന് പറയുന്ന നമ്പർ വരും. ഈ വർഷം വന്നതല്ല, അടുത്ത വർഷം വരും. അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വീടിന്റെ സെൻട്രൽ ഭാഗത്ത് നിൽക്കുന്ന നക്ഷത്രം 2024 ഏതായിരുന്നു? 3 ആയിരുന്നു. അപ്പോൾ 3 എന്ന് പറയുന്നത് കലഹത്തിന്റെയും കേസിന്റെയും വഴക്കിന്റെ ഒക്കെ ഒരു നക്ഷത്രമായി ഫെങ്ഷുവിൽ അതിനെ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ആ എലമെന്റ് ഏതാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ 3 എന്ന് പറയുന്ന എലമെന്റ് എന്ന് പറയുന്നത് വുഡ് എലമെന്റ് ആണ്. അപ്പോൾ വീടിന്റെ മധ്യഭാഗത്ത് വുഡ് എലമെന്റ് വന്നിട്ടുണ്ട്. അത് 3 ആണ്. അത് കലഹമാണ്. അവിടെ നമ്മളൊരു ലക്കി ബാമ്പു ആണ് അറിഞ്ഞോ അറിയാതെയോ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ലക്കി ബാമ്പു വുഡ് എലമെന്റ് ആണ്. അവിടെ വന്നിരിക്കുന്ന സ്റ്റാറും വുഡ് എലമെന്റ് ആണ്. ആ 3 എന്ന് പറയുന്നത് കലഹത്തിന്റെ സ്റ്റാർ ആണ്. അപ്പോൾ ആ ഭാഗത്ത് വുഡ് എനർജി വരുമ്പോൾ സ്വാഭാവികമായും 3 എന്ന് പറയുന്ന വുഡ് കുറച്ചും കൂടെ സ്ട്രോങ് ആകും. അത് സ്ട്രോങ് ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് ഏത് രീതിയിൽ ബാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കലഹം കൂടും, കേസ് കൂടും, വഴക്ക് കൂടും, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടും. അപ്പോൾ ഇവർ അറിഞ്ഞോ അറിയാതെയോ ഇവർ ഒരു പ്രോസ്പെരിറ്റിക്ക് വേണ്ടി കൊണ്ടുവച്ച ലക്കി ബാമ്പു ഇവരുടെ ജീവിതത്തെ കാര്യമായ രീതിയിൽ ബാധിക്കാൻ തുടങ്ങി, നെഗറ്റീവായിട്ട് ബാധിക്കാൻ തുടങ്ങി. അപ്പോൾ അവരുടെ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടായി. ഞാൻ പറഞ്ഞു, ലക്കി ബാമ്പു മാറ്റൂ. എന്നിട്ട് അവിടത്തേക്ക് എന്താ ചെയ്യാൻ പറഞ്ഞത്? റെഡ് മാറ്റ് ഇടാൻ പറഞ്ഞു. അപ്പോൾ റെഡ് എന്ന് പറയുന്നത് ഇതും ഒരു എലമെന്റിന്റെ കളറാണ്, ഫയർ എലമെന്റിന്റെ കളറാണ് റെഡ്. അപ്പോൾ സെൻട്രൽ ഭാഗത്ത് നമ്മളൊരു റെഡ് മാറ്റ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഈ 3 വന്ന് നിൽക്കുന്ന സ്ഥലത്ത് ഫയർ എനർജി വന്നു. ഫയർ എനർജി വരുമ്പോൾ ആ 3 സ്വാഭാവികമായും കുറേശ്ശെ നശിച്ചുകൊണ്ടിരിക്കും. അതേസമയം അവിടെ ലക്കി ബാമ്പ് വെച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അതിന്റെ എനർജി കൂടിയപ്പോൾ അവരുടെ ലൈഫിൽ അത് പ്രശ്നവും കേസും വഴക്കുമായി വളർന്നു. അതേസമയം നമ്മളവിടെ റെഡ് മാറ്റ് കൊടുത്തപ്പോൾ ആ എനർജി അവിടെ സ്വാഭാവികമായും ഡൗൺ ആവാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവരുടെ പ്രശ്നങ്ങൾ സ്വാഭാവികമായും കുറഞ്ഞു വന്നു. അവരൊരു 2 മാസം കഴിഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു, സാറേ വലിയ ഉപകാരം, അത് ഇട്ടതിന് ശേഷം ഒരുപാട് മാറ്റമുണ്ട്, വീട്ടിലെ വഴക്കൊക്കെ ഒത്തിരി കുറഞ്ഞു, നല്ല സമാധാനമുണ്ട്. അപ്പം എനിക്ക് ഫെങ്ഷുവിൽ ഭയങ്കരമായിട്ട് വിശ്വാസമായി. ഒരു ചെറിയ സാധനം തന്നെ ഞാൻ മാറ്റിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ അതിനോടൊപ്പം തന്നെ അടുത്തൊരു ടിപ്സും കൂടെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഇനി മറ്റൊരു കാര്യം ചെയ്തോളൂ. നിങ്ങളുടെ വീടിന്റെ പുറത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു റെഡ് ലൈറ്റ് ഇടുകയാണെങ്കിൽ ഭാര്യയും ഭർത്താവും തങ്ങളുള്ള ഐക്യം വർദ്ധിപ്പിക്കാനായിട്ട് ഈ റെഡ് ലൈറ്റ് നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആ റെഡ് ലൈറ്റും ഇട്ടു. അപ്പോൾ അതിന്റെ റിസൾട്ട് ഉറപ്പായിട്ടും അവർക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫെങ്ഷുയിലൂടെ അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും.